ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആൻഡ് ഈസി റെസിപ്പി ആയിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ഡോണട്ട്സ് ആണ്. ഇപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആപ്പിൾ ഡോണട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അര ഗ്ലാസ് പാൽ വേണം. പച്ചപ്പാൽ വേണം എടുക്കേണ്ടത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. 5 to 10 മിനിറ്റ്സ് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. കാരണം ആ ടൈമും കൊണ്ട് നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റായി കിട്ടും. ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡോണട്ട്സിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മൈദപ്പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഒരു കോഴിമുട്ട ചേർത്ത് നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ആവാൻ വേണ്ടി വെച്ചിരുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ പൊന്തി പതച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് എടുക്കണം. നമ്മൾ ഇതിലോട്ട് വെള്ളവും ഒന്നും ചേർത്തിട്ടില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ മാവ് നല്ല രീതിക്ക് പൊന്തി വരും. അപ്പം ഒരു അരമണിക്കൂറിൽ നമുക്കിത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് പീൽ ചെയ്ത് കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കി അത് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കുഞ്ഞു പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എടുത്താലേ നമുക്ക് നമ്മുടെ ഡോണട്ട്സിൻ്റെ ഉള്ളിലോട്ട് ഈ ഫില്ലിങ്സ് കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിളെല്ലാം വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. നമ്മൾ ഈ ആപ്പിൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ, 1/2 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് വേണം ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാവൂ. എന്നിട്ട് തീ ഒരുപാട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ ആപ്പിൾ നല്ലതുപോലെ കുക്കാവണം. അതുവരെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇത് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഈ ആപ്പിൾ കുക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇതിൻ്റെ വെള്ളമെല്ലാം ഇപ്പം നല്ല വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഫില്ലിങ്സ് മാറ്റി വയ്ക്കാം. ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോ നല്ലതുപോലെ ആക്ടിവേറ്റായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ച് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് നമ്മളിതൊരു ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. എന്നാലും ഒരു മീഡിയം സൈസിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയ്ക്കൊരു തിക്കായിട്ടുള്ള ലെയറായിട്ടാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത്രയ്ക്കും തിക്ക് വേണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയ്ക്ക് തിന്നാവാൻ പാടില്ല. ഇനി ഒരു ചെറിയ അടപ്പ് കൊണ്ടിട്ടോ കട്ടർ കൊണ്ടിട്ടോ നമുക്കിത് സെയിം സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തതെല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ കട്ട് ചെയ്തതെല്ലാം
ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. കാരണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ ഇത് നല്ല പൊന്തി വരും. ഇതിൻ്റെ മേളിലൊരു തോർത്തോ അടപ്പോ കൊണ്ട് ക്ലോസ് ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാം നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒരു ഇളം ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഡോ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വേണം വയ്ക്കേണ്ടത്. അപ്പം നമ്മുടെ ഡോ എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഈവണായിട്ട് അപ്പുറവും ഇപ്പുറവും ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. ഇനി നമ്മുടെ എല്ലാ ഡോവും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം. എല്ലാ ഡോയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പിച്ചാത്തി കൊണ്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഡോയിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിൾ ഫില്ലിങ്സൊക്കെ നമ്മുടെ ഈ ഡോയിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് ഇച്ചിരി ടൈമും മെനക്കെടുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ ഡോണട്ട്സാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.